നമുക്ക് ഡക്ക് സൈസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഡക്ക് സൈസിങ് എന്ന് പറയുന്നത് ഡക്റ്റിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡക്ക് സൈസിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 2-3 രീതിയിൽ അത് ചെയ്യാം. പക്ഷെ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ ആ സമയത്ത് നോക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ പൈപ്പിലൂടെ വെള്ളം കൊണ്ടുപോകുന്നത് പോലെ എയറിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡക്റ്റ് എന്ന് പറയാം, അല്ലെ? എയർ ഡെൻസിറ്റി വെള്ളത്തിനെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് പൈപ്പിനെ അപേക്ഷിച്ച് അതേ ക്വാണ്ടിറ്റി ഓഫ് വെള്ളത്തിന്റെ അതേ ക്വാണ്ടിറ്റി ഓഫ് എയറിനെ ഒഴുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലിയ സ്പേസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായും 3 ഷേപ്പാണ് ഡക്റ്റിന് വരിക: റൗണ്ട് ഷേപ്പും, റെക്ടാങ്കുലറും, ഓവലും. ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത് റെക്ടാങ്കുലർ ആണ്. എന്നാൽ പെർഫോമൻസ് വൈസ് ഏറ്റവും നല്ല ഡക്റ്റ് റൗണ്ട് ആണ്. നമ്മൾ ഡക്ക് സൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഷ്റയുടെ ടേബിളോ അല്ലെങ്കിൽ ചാർട്ട് ഉപയോഗിച്ച് ചെയ്യാം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡക്ക് സൈസർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. എന്നിരുന്നാലും ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് റൗണ്ട് ഡക്റ്റിന്റെ ഡയമെൻഷൻ ആണ്. ഈ റൗണ്ട് ഡക്റ്റിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് തുല്യമായിട്ടുള്ള റെക്ടാങ്കുലർ ഡക്റ്റിന്റെ ഇക്വാലന്റ് ഡയമെൻഷനിലോട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈ റെക്ടാങ്കുലർ ഡക്റ്റിന്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് നമ്മൾ ഓവൽ ഡക്റ്റിന് എടുക്കുക. പക്ഷേ റെക്ടാങ്കുലർ ഡക്റ്റിന് വിഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്ന പോലെ ഓവൽ ഡക്റ്റിന് അതിന്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ തന്നെ വരണമെന്നില്ല, ഇതിനെ സെലക്ട് ചെയ്യാനും പ്രത്യേകം ടേബിൾ ഉണ്ട്. അപ്പം ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ ആണ്. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ ഒരു സ്പേസിൽ എത്ര എയർ ഫ്ലോ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഉദാഹരണം, എനിക്ക് ഈ ഒരു സ്പേസിൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ലോഡ് കഴിഞ്ഞതിന് ശേഷം 1000 ലിറ്റർ പെർ സെക്കൻഡ് ആണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 1000 ലിറ്റർ പെർ സെക്കൻഡ് 4 സപ്ലൈ ഡിഫ്യൂസറുകളുടെ സഹായത്തോടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് എത്ര എണ്ണമാണ് വേണ്ടതെന്ന് നമ്മുടെ റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാനിൽ ആർക്കിടെക്ട് തന്നിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ടെക്നിക്കൽ ഡാറ്റയോ അതിന്റെ ഡയമെൻഷനോ സൈസോ ഒന്നും ഉണ്ടാവില്ല. നമ്മളത് കണ്ടുപിടിക്കണം. ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സീലിംഗിന്റെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് തന്നെ പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണം, സ്ക്വയർ ടൈപ്പ് സീലിംഗ് ആണെങ്കിൽ നമുക്ക് സ്ക്വയർ ടൈപ്പോ റെക്ടാങ്കുലർ ടൈപ്പോ ഡിഫ്യൂസറുകളും, ലീനിയർ ടൈപ്പ് ലൈറ്റ് ഫിറ്റിംഗുകളാണെങ്കിൽ ലീനിയർ ടൈപ്പ് എയർ ടെർമിനലുകളും, റൗണ്ട് ടൈപ്പ് ലൈറ്റ് ഫിറ്റിംഗ് ആണെങ്കിൽ റൗണ്ട് ടൈപ്പ് എയർ ടെർമിനലൊക്കെ നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. അത് എയർ ടെർമിനലിന്റെ ക്ലാസ് വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പം ഇത് ജസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ തുടക്കത്തിൽ നമുക്ക് ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 1000 ലിറ്റർ പെർ സെക്കൻഡ് 4 ഡിഫ്യൂസറുകളുടെ സഹായത്തോടെ കൊടുക്കുകയാണെങ്കിൽ ഓരോ ഡിഫ്യൂസറിലും എത്ര ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക? ഈ 1000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 250 വെച്ച് കൊടുക്കണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഡക്റ്റിലൂടെയുള്ള ഫ്ലോ റേറ്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഫ്ലോ ഉണ്ടെങ്കിലേ മനസ്സിലാവും. 1000 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായും മൊത്തത്തിൽ ഈ സ്പേസിൽ കൊടുക്കേണ്ട ഫ്ലോ റേറ്റ് ആണ്. അപ്പൊ ഈ 1000 ലിറ്റർ പെർ സെക്കൻഡ് 4 ഡിഫ്യൂസറിന്റെ സഹായത്തോടെ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഓരോ ഡിഫ്യൂസറിലും 1000 ഡിവൈഡഡ് ബൈ 4 നമ്മൾ 250 ലിറ്റർ പെർ സെക്കൻഡ് ആണ് കൊടുക്കേണ്ടത്, അല്ലെ? 1000 ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഇവിടെ 250 കൊടുക്കണം, ഇവിടെയും 250 കൊടുക്കണം, ഇവിടെയും 250 കൊടുക്കണം, ഇവിടെയും 250 കൊടുക്കണം. 1000 വരുന്നു, 250 ഇങ്ങോട്ടും 250 അങ്ങോട്ടും പോയി. അപ്പൊ 1000 മൈനസ് 500, ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 500 ലിറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. അത് നമ്മൾ മാർക്ക് ചെയ്യണം. എയർ ഫ്ലോ ഇതുപോലെ ബ്രാഞ്ചുകളിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഡക്ക് സൈസ് ചെയ്യാൻ പോവാം. ഡക്ക് സൈസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പക്ഷെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡക്റ്റിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വെലോസിറ്റി നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ് വഴി കണ്ടുപിടിക്കാം. നമുക്ക് അഷ്റേ വഴി പറയുകയാണെങ്കിൽ NC വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കണം. കരിയറിന്റെ സ്റ്റാൻഡേർഡിലോട്ട് പോവുകയാണെങ്കിൽ ഇതിപ്പം കരിയർ സ്റ്റാൻഡേർഡ് ആണ്. കരിയർ സ്റ്റാൻഡേർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫീറ്റ് പെർ മിനിറ്റിൽ തന്നിട്ടുണ്ട്. ഉദാഹരണം, റെക്കമെൻഡഡ് മാക്സിമം ഡക്ട് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് കരിയർ സ്റ്റാൻഡേർഡിൽ തന്നിട്ടുണ്ട്. അതിൽ റെസിഡൻസസ് ആണെങ്കിൽ സാധാരണ സൗണ്ട് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഡക്റ്റിൽ നമുക്ക് 600 ഫീറ്റ് പെർ മിനിറ്റ് വരെ പോകാന്ന് പറയുന്നു. എന്നാൽ ഹോട്ടൽ ബെഡ്റൂമുകളിൽ, ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് 1000 ഫീറ്റ് പെർ മിനിറ്റ് വരെ പോവാം. ഇല്ല, നമുക്ക് സൗണ്ട് ഒരു ഫാക്ടർ അല്ല, ഫ്രിക്ഷൻ മാത്രം ഫാക്ടർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റെസിഡൻസിൽ മെയിൻ ഡക്ട്, സപ്ലൈ ഡക്റ്റിൽ 1000 ഫീറ്റ് പെർ മിനിറ്റും റിട്ടേണിൽ 800 വരെ പോകാന്ന് പറയുന്നു. ബ്രാഞ്ച് ഡക്റ്റിൽ സപ്ലൈ 600ലും റിട്ടേൺ 600ലും പോകാന്ന് പറയുന്നു. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്പേസ് ഏതാണോ
ഉദാഹരണം ഞാനൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ തീരെയും സൗണ്ട് ഉണ്ടാകാത്ത രീതിയിലാണ് എനിക്ക് ഡക്ട് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ, അതായത് നോയ്സ് ജനറേഷൻ ആണ് ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ മെയിൻ ഡക്റ്റിൽ എനിക്ക് 2500 ഫീറ്റ് പെർ മിനിറ്റ് വരെ പോകാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ എടുക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ സൗണ്ട് അത്രയും വലിയൊരു ഫാക്ടർ അല്ല, ഡക്ട് ഫ്രിക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെങ്കിൽ മെയിൻ ഡക്റ്റിൽ സപ്ലൈ ആണെങ്കിൽ എനിക്ക് 3000 ഫീറ്റ് പെർ മിനിറ്റ് വരെയും, റിട്ടേൺ ആണെങ്കിൽ 1200 ഫീറ്റ് പെർ മിനിറ്റിൽ നമ്മൾ മെയിൻ ഡക്റ്റിൽ നിർത്തണം. ബ്രാഞ്ച് ആണെങ്കിൽ 2200, റിട്ടേൺ ബ്രാഞ്ചുകളാണെങ്കിൽ എനിക്ക് 1500 ഫീറ്റ് പെർ മിനിറ്റിൽ നിർത്തണം എന്നാണ്. അപ്പോൾ അശ്രേ അല്ല, നമുക്ക് കരിയർ സ്റ്റാൻഡേർഡിൽ വഴി ഈ ഒരു ടേബിളിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്പേസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇനി അല്ല, നമ്മൾ അശ്രേ വെച്ചിട്ടാണ് എടുക്കണമെങ്കിൽ അശ്രേ വഴി നമുക്ക് കണ്ടുപിടിക്കാം. അശ്രയുടെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടേബിൾ നമ്പർ 12 ഉണ്ട്. അതായത് അശ്രയുടെ ഫണ്ടമെന്റൽസ് ചാപ്റ്റർ 22, ഫണ്ടമെന്റൽ ചാപ്റ്റർ 21. അശ്രയ ഫണ്ടമെന്റൽസിൽ ഡക്ട് ഡിസൈൻ ചാപ്റ്റർ ഉണ്ട്. ആ ഡക്ട് ഡിസൈൻ ചാപ്റ്ററിൽ ടേബിൾ നമ്പർ 12 ഉണ്ട്. ടേബിൾ നമ്പർ 12 പോയാൽ ഇത് 2011 ഹാൻഡ് ബുക്കിൽ ചാപ്റ്റർ നമ്പർ 48, 48 ഇത് തന്നിരുന്നു. ടേബിൾ നമ്പർ 12, ടേബിൾ നമ്പർ 11 ആണ് ടേബിൾ നമ്പർ 12. റെക്കമെൻഡഡ് മാക്സിമം എയർ ഫ്ലോ വെലോസിറ്റി ടു അച്ചീവ് സ്പെസിഫൈഡ് അക്വാസ്റ്റിക് ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അവിടെ തന്നിട്ടുണ്ട് HVAC ആപ്ലിക്കേഷൻസിലെ 2011 ഹാൻഡ് ബുക്കിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല ചാപ്റ്റർ നമ്പർ 48 സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. 2011 മുതലേ തരുന്നുണ്ട്. ഇതിപ്പം ഡക് ഡിസൈനിന്റെ ചാപ്റ്ററിലും 2017 മുതൽ തരുന്നുണ്ട്. ടേബിൾ നമ്പർ 12 ഇതിനകത്ത് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അതാത് സ്പേസുകൾക്ക് ആവശ്യമായിട്ടുള്ള NC വാല്യൂ ആണ്. നോയ്സ് ക്രൈറ്റീരിയ വാല്യൂ അല്ലെങ്കിൽ റൂം ക്രൈറ്റീരിയ വാല്യൂ എന്ന് പറയും. കാരണം ഡിസൈൻ ചെയ്യുന്ന സ്പേസിൽ നമുക്ക് ഡക്റ്റിനകത്തൂടെയുള്ള എയറിന്റെ വെലോസിറ്റി വളരെ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് സൗണ്ട് ഉണ്ടാക്കും, അല്ലെ? ആ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. സൗണ്ട് ഉണ്ടാക്കിയാൽ തൊട്ട് താഴെ ആക്ട് ചെയ്യുന്ന പെർഫോമൻസിന് അത് അഫക്ട് ചെയ്യും, പീപ്പിളിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഓരോ സ്പേസിനും അവിടെ വരാൻ സാധ്യമായ സൗണ്ടിന് ഒരു റേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നോയ്സ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റൂം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അത് ഡെസിബൽ റേഞ്ചിലാണ് പറയുന്നത്. അത് ഇതുപോലെ അശ്രയുടെ ഫണ്ടമെന്റൽസിലെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് തന്നിട്ടുണ്ട്. ഓരോ സ്പേസിനും ആവശ്യമായിട്ടുള്ള NC വാല്യൂ എത്രയാണോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ ഡക്ട് ഡിസൈൻ ചാപ്റ്ററിനകത്ത് ഈ ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. റേഞ്ച് ഓഫ് ഡിസൈൻ ഗോൾസ് ഫോർ എയർ കണ്ടീഷനിങ് സിസ്റ്റം സൗണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓഫീസിന്റെ കോൺഫറൻസ് റൂമാണ്. ഈ ചെയ്യാൻ പോകുന്നത് ഓഫീസ് ബിൽഡിങ്ങിന്റെ കോൺഫറൻസ് റൂമാണ്. അപ്പോൾ ഓഫീസ് ബിൽഡിങ്ങിന്റെ കോൺഫറൻസ് റൂം ആണെങ്കിൽ അതിനകത്തുള്ള NC വാല്യൂ എത്രയാണ്, നോയ്സ് ക്രൈറ്റീരിയ വാല്യൂ എത്രയാണെന്നാണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ടൈപ്പ് ഓഫ് ഏരിയ ആണ്, ഓഫീസ് ബിൽഡിംഗ് ആണ്, ഇത് കോൺഫറൻസ് റൂമാണ്. ഞാൻ പറഞ്ഞു കരിയർ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഡയറക്റ്റ് ആ ടേബിളിൽ പോയിട്ട് എടുക്കാം. അശ്രയെന്നാണ് എടുക്കേണ്ടതെങ്കിൽ ആദ്യം NC വാല്യൂ കണ്ടുപിടിച്ചിട്ട് എടുക്കാൻ പറ്റും. NC വാല്യൂല് ഓഫീസ് ബിൽഡിംഗിലെ കോൺഫറൻസ് റൂമിൽ വന്നാൽ NC ലെവൽ ഡെസിബലില് ലോ കേസും ഉണ്ട്, മീഡിയം കേസും ഉണ്ട്, ഹൈ കേസും ഉണ്ട്. ലോ എന്ന് പറഞ്ഞാൽ സൗണ്ട് വളരെ കുറവായിരിക്കും, ഹൈ എന്ന് പറഞ്ഞാൽ അത് ഇൻടോളറബിൾ ആയിരിക്കും. നമ്മൾ മീഡിയം കേസിൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ലോ കേസിൽ സെലക്ട് ചെയ്താൽ വെലോസിറ്റി വളരെ കുറവായിരിക്കും. വെലോസിറ്റി വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഡക്റ്റിന്റെ ഏരിയ നമ്മൾ അതിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പൊ അത് എക്കണോമിക്കൽ അല്ല. കോൺഫറൻസ് റൂമില് മീഡിയം കേസിൽ NC വാല്യൂ എത്രയാണ്? 30 ഡെസിബൽസ് ആണ്. ഒരുവിധം എല്ലാ സ്പേസുകളും കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ടേബിളിൽ നോക്കാതെ തന്നെ 30 NCയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്, 30 NCയിൽ. പക്ഷേ കൂടുതൽ വേണ്ടെടുത്ത് 30 ചെയ്താൽ അവിടെ വെലോസിറ്റി വളരെ കുറഞ്ഞു പോകും. ഉദാഹരണം നമുക്ക് ഓപ്പൺ ഓഫീസിലൊക്കെ 40 വരെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ 30 എടുത്ത് ചെയ്യുമ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി പോകാവൂ. 40 എടുത്ത് ചെയ്യുമ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ് വരെ പോകാൻ പെർമിസിബിലിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പെർമിസിബിൾ ആണെങ്കിൽ അതിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഡക്റ്റിന്റെ ഏരിയ എന്ത് ചെയ്യും? വലുതായി പോകും. വലുതായി പോയി കഴിഞ്ഞാൽ അത് എക്കണോമിക്കൽ അല്ല. അപ്പൊ എന്തായാലും ഞാൻ ഡിസൈൻ ചെയ്യുന്ന കോൺഫറൻസ് റൂം ആയതുകൊണ്ട് തന്നെ എന്റെ NC എത്രയാണ്? 30 ആണ്. ഈ NC 30 ആയിട്ട് വെച്ചുകൊണ്ടാണ് ഇനി ഞാൻ എന്റെ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. NC കണ്ടുപിടിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ ഈ ടേബിൾ നമ്പർ 12 വന്നു. ഇവിടെ NC വാല്യൂ ഉണ്ട്. മാത്രമല്ല ഡക്റ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഡക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഷാഫ്റ്റിനകത്താണോ അല്ലെങ്കിൽ ഡ്രൈ വാൾ സീലിംഗ് ആണോ? ഷാഫ്റ്റ്, ബിൽഡിങ്ങിന്റെ ഷാഫ്റ്റിനകത്തൂടെയാണോ പോകുന്നത്, അതോ ഡ്രൈ വാൾ സീലിംഗ്? നമുക്ക് ഫോൾ സീലിംഗ് ഉണ്ട്, ഫോൾ സീലിംഗിന്റെ മുകളിലൂടെയാണോ ഡക്റ്റ് പോകുന്നതാണ് ചോദിക്കുന്നത്. പക്ഷെ അത് നോർമൽ ഫോൾ സീലിംഗ് അല്ല, ഡ്രൈ വാൾ ആണ്. അതായത് ജിപ്സം വെച്ച് മുഴുവനായിട്ടും സീൽ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ വാൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ മുകളിലൂടെ പോവുകയാണെങ്കിൽ ഇതെടുത്ത് ചെയ്യാം. രണ്ടാമത് അക്വാസ്റ്റിക് ഇൻസുലേഷൻ കൊടുത്ത ഫോൾ സീലിംഗ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്.
ഫോൾ സീലിംഗിൽ തന്നെ അക്വാസ്റ്റിക് ഇൻസുലേഷൻ കൊടുക്കാറുണ്ട്. അതായത് ഫോൾ സീലിംഗിന്റെ ലെയർ വരുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് വാളിലൊക്കെ തെർമൽ ഇൻസുലേഷൻ കൊടുക്കുന്നത് പോലെ അക്വാസ്റ്റിക് ഇൻസുലേഷൻ കൊടുക്കും. പക്ഷെ അത് കൊടുക്കുന്നത് മൂവി തിയേറ്ററുകളിലും സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലും മാത്രമാണ്. ബാക്കി എല്ലായിടത്തും അത് കൊടുക്കാറില്ല. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ഇതുമല്ല, ബാക്കിയുള്ള കണ്ടീഷനാണ് മൂന്നാമത്തത്. നമ്മൾ അപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഡക്ട് ലൊക്കേറ്റഡ് വിത്തിൻ ഒക്കുപ്പൈഡ് സ്പേസ്. ഡക്ട് ആൾക്കാർ ഇരിക്കുന്ന സ്പേസിനകത്താണോ ഇരിക്കുന്നത്, അത് ഫോൾ സീലിംഗിന്റെ മുകളിലാണോ? അതായത് നോർമൽ പെർഫോറേറ്റഡ് ഫോൾ സീലിംഗ് ഉണ്ട്, സീലിംഗ് ടൈലുകൾ വരുന്ന ഫോൾ സീലിംഗ്, ഗ്രിഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ സീലിംഗ് അല്ലാതെ നോർമൽ പെർഫോറേറ്റഡ് സീലിംഗിലാണോ, അതോ സീലിംഗ് ഇല്ലാത്ത കണ്ടീഷനാണോ? ആ സമയത്താണ് നമ്മൾ ഇതെടുക്കേണ്ടത്. നമ്മൾ ഇതെടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ കണ്ടീഷൻ എടുക്കുമ്പോൾ ഞാൻ ഇതാണ് എടുത്ത് ചെയ്യാൻ പോകുന്നത്. ഡക്ട് ലൊക്കേറ്റഡ് ജസ്റ്റ് അബോവ് ദ ഫോൾ സീലിംഗ്, അതിന് തൊട്ട് താഴെ പീപ്പിൾ ഉണ്ട്, ഒക്കുപ്പൈഡ് ഏരിയ ആണ്. അത് അവിടെ എൻ സി വാല്യൂ ചോദിക്കുന്നുണ്ട്. എൻ സി വാല്യൂ 45 ഡെസിബൽ, എൻ സി വാല്യൂ 35 ഡെസിബൽ, എൻ സി വാല്യൂ 25. നമുക്ക് വേണ്ട എത്രയാ? നമുക്ക് വേണ്ടത് 30 ആണ്. 30 എന്ന് പറയുമ്പോൾ ഈ 35ന്റെയും 25ന്റെയും ഇടയ്ക്ക് വരും. എൻ സി വാല്യൂ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് മാക്സിമം എയർ ഫ്ലോ വെലോസിറ്റി എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഇവിടെ നിന്ന് എടുക്കാം. അത് റെക്ടാങ്കുലർ ഡക്ട് ആണെങ്കിൽ ഇവിടെ നിന്നും, റൗണ്ട് ഡക്ട് ആണെങ്കിൽ ഇവിടെ നിന്നും എടുക്കാം. ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് റെക്ടാങ്കുലർ ഡക്ട് ആണ്. റെക്ടാങ്കുലർ ഡക്ട് ആയതുകൊണ്ട് തന്നെ എൻ സി 35ന് വെലോസിറ്റി 7.4ഉം എൻ സി 25ന് വെലോസിറ്റി 4.8ഉം. എനിക്ക് വേണ്ടത് എൻ സി 30 ആണ്. അതുകൊണ്ട് ഇതിന്റെ ആവറേജ് എടുത്താൽ മതി. 7.4 പ്ലസ് 4.8/2 എത്ര വരും? അത് ഏകദേശം 6. നോക്കിയാൽ മതി. 7.4 പ്ലസ് 4.8/2 അത് 7.4 പ്ലസ് 4.8/2 അത് ചെയ്യുന്ന സമയത്ത് ഏകദേശം 12.2/2 വരും. ഏകദേശം 6.1 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ 6.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെ 6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആ ഡക്റ്റിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ വെലോസിറ്റി നമുക്ക് ഈ കരിയർ സ്റ്റാൻഡേർഡ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ എൻ സി വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് അശ്രയുടെ ഹാൻഡ് ബുക്കിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിരുന്നാലും ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കോൺഫറൻസ് റൂം ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എന്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്? ഈ 6 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ് ഞാൻ അതിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്.